പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് പരോൾ നൽകാൻ നീക്കം. കേസിലെ 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ പരോളിന് അപേക്ഷ നൽകി. രണ്ടുപേരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. സുബീഷ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുമാണ്. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ നേരിട്ട് പങ്കെടുത്ത സുബീഷിനടക്കം പരോൾ നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിവരങ്ങൾ എന്താണ്? ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് വിധി വന്ന് കൃത്യം 1.5 മാസം തികയുന്നതിന് മുൻപ് തന്നെയാണ് ഈ കേസിലെ പ്രതികൾക്ക് പരോൾ നൽകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള സുബീഷും 15ാം പ്രതിയായിട്ടുള്ള സുരേന്ദ്രൻ, ഈ 2 പ്രതികൾക്കുമാണ് ഇവരാണ് ഇപ്പോൾ പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള സുബീഷ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണെന്ന് ക്രൈംബ്രാഞ്ച് അടക്കം കണ്ടെത്തിയതാണ്. ഈ 2 പ്രതികളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ്. ഇവർക്കാണ് ഇപ്പോൾ ജാമ്യം നൽകാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം, ഈ 2 പ്രതികളും നേരത്തെ തന്നെ 2 വർഷം ഈ തടവ് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നവർ 2 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരോൾ അനുവദിക്കാമെന്നൊരു വിശദീകരണമാണ് ഈ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബമൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. കാരണം ഇന്നാണ് ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. ആ ദിനത്തിൽ തന്നെ ഈ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രതികൾക്ക് ജാമ്യം ഈ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പരോൾ നൽകാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഏറെ ദുഃഖകരമാണ്. മാത്രമല്ല, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികളും പരോൾ നൽകാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വീണ, ഓക്കെ, ഇത് ഇത്തരത്തിൽ ശരിയാനഖ, വിവിധ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന CPM പ്രവർത്തകർക്കെല്ലാം ഇത്തരത്തിൽ ഒരു ആനുകൂല്യങ്ങൾ പല ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുള്ള ഏറ്റവും ഒടുവിൽ ഈ പെരിയ കേസിലെ പ്രതികൾക്കാണ് പരോൾ നൽകാനുള്ള നീക്കം നടക്കുന്നത്.